അങ്ങനെ ഞാൻ ആ നഗ്ന സത്യം തിരിച്ചറിയണം മക്കളെ. വള്ളിയും വലിയില്ലാത്ത ദിവസത്തിന് വേണ്ടി ഞാൻ വേഴാമ്പലിനെ പോലെ കാത്തിരുന്നേ പറ്റൂ. പറഞ്ഞ നാക്കെടുത്തില്ല, വണ്ടിയുടെ ഇൻഡിക്കേറ്റർ സ്വിച്ച് കംപ്ലൈന്റ് ആയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ പോവല്ലേ? ഞാൻ റെയിൻകോട്ട് ഇടാത്ത ദിവസം നോക്കിയിരിക്കുകയാണ് മഴ പെയ്യാനായിട്ട്. ഞാൻ കോട്ടിട്ടു, മഴ നിന്നു, സ്വാഭാവികം. ഇനി ഊരില്ല ഞാൻ, ബാക്കിയുള്ളവരെങ്ങനെ നനയാണ്ട് പോട്ടെ. ഇതാരൊക്കെയാണ്? എന്തുണ്ട് വിശേഷം? സുഖല്ലേ? ഇൻഡിക്കേറ്റർ ചെത്തുന്ന് പറഞ്ഞപ്പോ ടെക്നീഷ്യൻ ചോദിക്കാണ്, തിരക്ക് കൂടിയോണ്ട് ബുക്ക് ചെയ്താൽ മാത്രം എടുക്കുള്ളൂ, ബുക്ക് ചെയ്തിട്ട് വാചകം എടുക്കാൻ എന്നോട്. എന്നാ പിന്നെ നാളെ കാണാന്ന് പറഞ്ഞിട്ട് ഞാൻ ടാറ്റ കൊടുത്തു പോന്നു. എന്തോ ഇന്ന് വരെ സമയത്തിന് ഒരു കാര്യം എനിക്ക് നടന്നിട്ടില്ല. എനിക്കത് പുത്തിരുന്നല്ല, എന്നാലൊരു വിഷമം. കാലത്ത് തന്നെ നെഗറ്റീവ് അടിക്കട, പണിക്ക് പോടാന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഡോക്ടറെ കാണാൻ പോയപ്പോ ഡോക്ടർ ഇല്ല ഗൈസ്. അല്ലാതെ എന്താ ഞാൻ പറയാ. പിന്നെ അങ്ങോട്ട് ഞാനും പ്രസാദേട്ടനും കൂടി PSC ക്രാക്ക് ചെയ്യണ പോലെ സോഷ്യൽ മീഡിയ ക്രാക്ക് ചെയ്യണതിന്റെ വിശേഷങ്ങൾ പറഞ്ഞോണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം അയച്ചു കൊടുത്ത വീഡിയോ ഇന്ന് കാണാനുള്ള പരിപാടിയാണ് ജോഷിയേട്ടൻ. ഫാൻസ് ഒക്കെ ഇങ്ങനെ തുടങ്ങി ഞാൻ എന്താ ചെയ്യപ്പോ? എപ്പോഴും ചിരിച്ചോണ്ടിരിക്കാനൊന്നും ഒരാൾക്കും പറ്റില്ല. ഒരാളെ സഹായിക്കാൻ ശ്രമിച്ചിട്ട് കാലിന്റെ ആംഗിൾ തെറ്റി, ഒരു വണ്ടിയുടെ ബാറ്ററി അടിച്ചു പോയി. ഓടുന്ന വണ്ടിക്ക് അഞ്ച കാലത്തൊട്ട് വേറെ പ്രോബ്ലം, ഭാര്യയ്ക്കാണെങ്കിൽ വിട്ടുമാറാത്ത പനി, പ്ലാസ്റ്റർ വെട്ടിയിട്ടും പൂർണ്ണമായിട്ട് റെഡി ആവാത്തൊരു കാലും. ഞാൻ ബോർഡ് കാട്ടിയിട്ടുണ്ട്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. മൂടില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ നിർത്താണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ.